സർക്കാർ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെയും മരുന്നിന്റെയും ക്ഷാമവും ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവവും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന വ്യാപകമായി മെഡിക്കൽ കോളേജുകൾക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധം. ധർണയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പരിയാരം മെഡിക്കൽ കോളേജിന് മുന്നിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർവഹിച്ചു. ചടങ്ങിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA അധ്യക്ഷനായി. കേരളത്തിലെ പൊതുജനാരോഗ്യരംഗം അത്യാസന്ന നിലയിലെന്ന് പറഞ്ഞ KC വേണുഗോപാൽ സർക്കാർ ആശുപത്രികളിൽ പോയി തിരിച്ചുവരുമ്പോൾ അവയവങ്ങൾ യഥാസ്ഥാനത്ത് ഉണ്ടാകുമോ എന്ന് ജനങ്ങൾ ഭയക്കുന്നുവെന്നും പ്രതികരിച്ചു. അതീവ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അത്യാസന്ന നിലയിലാണ് ആ ആരോഗ്യരംഗം. അതിനെ നന്നാക്കാനുള്ള നടപടി ഈ സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മള്. ഒരു സംശയവും വേണ്ട, ആരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നവരാണ് നമ്മൾ. 8 മാസമേ ഉള്ളൂ. 8 മാസം കഴിഞ്ഞ് ഇതൊക്കെ നേരെയാക്കാൻ ആൺകുട്ടികൾ ഈ നാട്ടിൽ വരുമെന്നുള്ള സംശയമില്ല. പക്ഷെ ആ 8 മാസത്തേക്ക് കൂടി ജനങ്ങളെ ഇത് അനുഭവിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. യഥാർത്ഥത്തിൽ ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം രൂക്ഷമായിട്ട് മാസങ്ങളായി. മരുന്ന് പല സ്ഥലങ്ങളിലില്ല, സർജിക്കൽ എക്യുപ്മെന്റ്സ് ഇല്ല. സർജറി നടത്തണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ സർജിക്കൽ എക്യുപ്മെന്റ്സും സർജറി നടന്നു കഴിഞ്ഞാൽ തുന്നിക്കൂട്ടാനുള്ള നൂല് വരെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ലെങ്കിൽ മന്ത്രി എന്തിനാണ് കസേരയിൽ ഇരിക്കുന്നതെന്ന് സണ്ണി ജോസഫ് MLA. ഈ കസേര തിരുത്താനല്ലേ? വ്യവസ്ഥയിൽ എന്തെങ്കിലും കാര്യമായ പ്രശ്നമുണ്ടെങ്കിൽ എന്തിനാണ് മന്ത്രി 4 വർഷക്കാലമായിട്ട് ആ കസേരയിൽ മന്ത്രി പദവിയിൽ എന്തിനാണ് ശ്രീമതി വീണ ജോർജ് ഇരുന്ന് പ്രവർത്തിക്കുന്നത്? അവകാശവാദങ്ങൾ നിയമസഭയിലും എവിടെയാണെങ്കിലും ഒരുപാട് അവകാശവാദങ്ങൾ പ്രസംഗിക്കുന്നു. പൊട്ടിഘോഷിച്ചില്ലേ ഒരുപാട് നേട്ടങ്ങളെ കുറിച്ച് കേരള മോഡൽ. ഇന്ന് കേരളത്തിന് ആകെ ലോകത്തിന്റെ മുൻപിൽ ആരോഗ്യ രംഗത്ത് തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. അത് അവിടെ ഒതുങ്ങുന്നതല്ല. കേരളം കണ്ട ഏറ്റവും മോശം ആരോഗ്യമന്ത്രിയാണ് വീണ ജോർജ് എന്ന് കോട്ടയത്ത് ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പത്തനംതിട്ടയിലും വയനാടും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.